1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 8008000120. വാതിൽ തുറക്ക്. വാതിൽ തുറക്കാനേ പറഞ്ഞേ. വാതിൽ തുറക്കാൻ. എന്താ മേഡം, എന്തിനാണ് ഇങ്ങനെ ബഹളം വയ്ക്കുന്നേ? നിങ്ങൾ എന്തിനാ ഡോർ പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്നേ? എനിക്ക് പേടിയാവാ. ബഹളം വയ്ക്കരുത്. നിങ്ങൾ ആരാ? എന്നെ ചീറ്റ് ചെയ്ത് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നല്ലേ? അല്ലേന്ന്? അതെ, ചതിയിലൂടെ തന്നെയാ ചന്ദ്രമതി മാഡത്തിന് ഇവിടെ എത്തിച്ചത്. മറ്റു മാർഗമില്ലായിരുന്നു. എന്റെ ഫോൺ എവിടെ? എനിക്ക് എന്റെ ഫോൺ താ. ഇല്ല മേഡം, ഫോൺ തിരിച്ചു തരാൻ പറ്റില്ല. എന്താണെങ്കിലും എന്നോട് പറഞ്ഞാ മതി. എന്തിനാ എന്നെ ഇങ്ങനെ തടവിൽ വെച്ചിരിക്കുന്നേ? എനിക്ക് നിങ്ങളെ അറിയ പോലുമില്ല. ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? മാഡം എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ നാളെ ഒരു തെറ്റ് ചെയ്യാൻ പോവാ. ആ തെറ്റ് വരുത്താൻ പാടില്ല. അതുകൊണ്ട് മാഡത്തെ ഞാൻ രക്ഷിച്ചു നിർത്തിയിരിക്കുക. എന്തായാലും മാഡം ബുദ്ധിമതി തന്നെയാ. ഒരു ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്ത് കൺഫ്യൂഷൻ ആക്കിയിട്ട് വേറൊരു ഫ്ലൈറ്റിൽ വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ആ ബുദ്ധി തനുജയുടേതാണല്ലേ? അതിനേക്കാൾ ബുദ്ധിയുള്ള ഒരാൾ എല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തെങ്കിലും ഒരു ഉദ്ദേശമില്ലാതെ ഇങ്ങനെ ആരെങ്കിലും മെനക്കെടുവോ? ഉദ്ദേശം ഇത്രേ ഉള്ളൂ, നാളെ ചന്ദ്രമതി കോടതിയിൽ എത്താൻ പാടില്ല. ഞാൻ ഒച്ച വെക്കും. ഞാൻ ബഹളം ഉണ്ടാക്കും. ഒച്ച വെച്ചോ, എത്ര വേണമെങ്കിലും ഒച്ച വെച്ചോ. ഒരു കാര്യവുമില്ല. ഈ റിസോർട്ടില് മറ്റാരുമില്ല. സ്പെഷ്യൽ ഗസ്റ്റ് ചന്ദ്രമതി മാഡം മാത്രമേ ഉള്ളൂ ഇപ്പോ. ഇപ്പോ ഒരു ചീഫ് ഗസ്റ്റ് വരും. വന്നല്ലോ. എന്ത് പറയുന്നു എന്റെ ചേച്ചി പെണ്ണേ? സുഖല്ലേ? യാത്രയൊക്കെ നല്ലതായിരുന്നു. ത്യാഗരാജ, നീ ഇത്രയ്ക്ക് ചതിയനാണോടാ? ചതിയനല്ല, അനിയൻ. ഓ, എന്തൊരു അനിയനല്ലേ ഞാൻ. അയ്യോ, ത്യാഗരാജനും ചന്ദ്രമതിയും കൂടപ്പിറപ്പുകളാണല്ലേ? അതെ, കൂടപ്പിറപ്പുകളായാൽ ഇങ്ങനെ തന്നെ വേണം. എന്റെ അല്ല കുരുളെ, താനൊരു പുലിയാടോ, സമ്മതിച്ചിരിക്കുന്നു. വെറുതെ ഡയലോഗ് വിട്ടിട്ട് കാര്യമില്ല ത്യാഗരാജ, കാര്യം നടക്കണം. വാ. ചേച്ചി, അയാൾ ഇത്തിരി ഡേഞ്ചറാ. ആ ഫിലിപ്പ് കുരുവിളയുടെ തടവില ചേച്ചി ഈ നിൽക്കുന്നത്. കേസ് കഴിഞ്ഞ പുറത്തിറങ്ങും. അതുവരെ മിണ്ടിപ്പോരുന്ന കൽപ്പന. അതുകൊണ്ട് വലിയ ശല്യമൊന്നും ഉണ്ടാക്കാതെ ഇവിടെ അങ്ങനെ ഒതുങ്ങിക്കൂടി ഞാൻ കഴിഞ്ഞ ഈ തടി കേടാവാതെ സൂക്ഷിക്കും. എന്നെ വിട, എന്നെ വിട്, നേർക്ക് വിട്, എന്നെ തുറന്നു വിട്. എടാ, നീ ഇത്ര ദുഷ്ടനായി പോയല്ലോ. എടാ, തുറന്നു വിടടാ.
എടാ, ത്യാഗരാജ, തുറക്ക്. എടാ, വാതില് തുറക്ക്. വാതില് തുറക്ക്. വാതില് തുറക്ക്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.